കേരള ബാങ്ക് നാളെ 5ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കളക്ഷൻ ഏജന്റുമാർ അനിശ്ചിതകാല സമരത്തിലാണ്. ജോലി സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനം അട്ടിമറിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് സമരം. ഇവരെ ഫീൽഡ് അസിസ്റ്റന്റുമാരായി സ്ഥിര നിയമനം നടത്തണമെന്ന ശുപാർശ 20 മാസമായി ഫയലിൽ ഉറങ്ങുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന കേരള ബാങ്ക് അതിൻ്റെ 5ാം വാർഷികത്തിലേക്ക് കിടക്കുമ്പോൾ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാർ സമരത്തിലാണ്. ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്താകെ 750ഓളം കളക്ഷൻ ഏജന്റുമാരാണ് കേരള ബാങ്കിനുള്ളത്. ഇവരിൽ ഏറിയ പങ്കും 50 വയസ്സ് പിന്നിട്ടവരാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മറ്റു ജീവനക്കാരുടെ പ്രമോഷനും ആനുകൂല്യങ്ങളും ഏകീകരിച്ചു. എന്നാൽ കളക്ഷൻ ഏജന്റുമാരുടെ കാര്യത്തിൽ ഏകീകരണം വരുത്തിയില്ല. പിന്നീട് തസ്തിക പുനർനാമകരണം ചെയ്ത ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ ശമ്പള സ്കെയിലോടെ നിയമിക്കുമെന്ന് ബാങ്ക് ജീവനക്കാർക്ക് ഉറപ്പ് നൽകി. ഇത് സംബന്ധിച്ച ശുപാർശ ബാങ്ക് ഭരണസമിതി സഹകരണ രജിസ്ട്രാർക്ക് നൽകുകയും ചെയ്തു. സഹകരണ രജിസ്ട്രാർ ഇതിന് അംഗീകാരം നൽകി 20 മാസം പിന്നിടുമ്പോഴും അതിന്മേൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കളക്ഷൻ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. 12/4/2023 1977 നമ്പർ തീരുമാനമായി ബാങ്ക് എടുത്തു. കളക്ഷൻ ജീവനക്കാരെ ഫീൽഡ് അസിസ്റ്റന്റുമാരായി നിയമിക്കുന്നതിന് വേണ്ടി നാളിതുവരെ ആ തീരുമാനം നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ 20 മാസമായി. ഇത് സൂപ്പർ ന്യൂമററി തസ്തികയാണ്. ഞങ്ങളുടെ ഡിമാൻഡ് അത് അംഗീകരിക്കണം. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇവർ. ഞങ്ങളെല്ലാം വളരെ പട്ടിണിയിലാണ്. സംസ്ഥാനത്തുടനീളം 750 കുടുംബങ്ങളാണ്. ഞങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രാഞ്ചുകൾ തോറും ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസുകൾ തോറും തുടർച്ചയായിട്ടും ഇതിനൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇനി എല്ലാവരും ഓരോ കളക്ഷൻ ജീവനക്കാരും ബാങ്കിൻ്റെ പടിക്കൽ കിടന്ന് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങളുടെ തീരുമാനം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ബാങ്ക് ആസ്ഥാനത്ത് പട്ടിണി സമരം നടത്തുമ്പോഴും കണ്ടില്ലെന്ന നിലപാടാണ് ബാങ്ക് ഭരണസമിതിക്കും സർക്കാരിനും. കേരള ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരിൽ ഏറിയ പങ്കും 50 വയസ്സ് പിന്നിട്ടവരാണ്. ഇവർക്ക് ഇനി മറ്റൊരു തൊഴിലെന്നത് നീണ്ടൊരു സ്വപ്നവുമാണ്. പറഞ്ഞ വാഗ്ദാനം പാലിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ്. സർക്കാരിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.